സിറിയയുടെ മുൻ പ്രസിഡന്റും ഇസ്രായേലും തമ്മിലുള്ള രഹസ്യബന്ധങ്ങളുടെ തെളിവുകൾ പുറത്തുവരുന്നു. വിമതർ അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്ന് സിറിയയിൽ നിന്നും പുറത്തായ ബഷർ അൽ അസദുമായി ഇസ്രായേൽ നടത്തിയിരുന്ന ആശയവിനിമയങ്ങളുടെ തെളിവുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ സൈന്യം അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന് തെളിയുകയാണിപ്പോൾ. ഇവരുടെ ആശയവിനിമയം വർഷങ്ങളായി തുടർന്നിരുന്നു. വാട്സപ്പ് വഴിയായിരുന്നു ഇസ്രായേൽ സൈന്യവുമായി അസദ് ആശയവിനിമയം നടത്തിയിരുന്നത്. യെദിയോത്ത് അക്രോനോത്ത് എന്ന ഇസ്രായേലി മാധ്യമം പുറത്തുവിട്ട വാർത്തയിലാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഓപ്പറേഷനുകളിലൂടെ സിറിയൻ വൃത്തങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വാട്സപ്പ് വഴി സന്ദേശങ്ങൾ അയച്ചിരുന്നത്. മൂസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘമാണ് ഈ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. ഈ സംഘം ഇസ്രായേൽ സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ ഭാഗമാണ്. സിറിയൻ ഇസ്രായേൽ രഹസ്യബന്ധത്തിന്റെ തെളിവുകൾ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരുന്നത് ദമസ്കസിലെ ഇന്റലിജൻസ് ആസ്ഥാനത്താണ്. എന്നാൽ സിറിയയിൽ അസദ് കുടുംബത്തിന്റെ പാരമ്പര്യ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് വിമതർ അധികാരം പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ദമസ്കസിലെ ഇന്റലിജൻസ് ആസ്ഥാനവും വിമതരുടെ അധീനതയിലായി. ഇതേ തുടർന്നാണിപ്പോൾ ഇറാൻ ഇസ്രായേൽ ആശയവിനിമയം തെളിയിക്കുന്ന വാട്സപ്പ് മെസ്സേജുകൾ പുറത്തുവരുന്നത്. പുറത്തുവന്ന മെസ്സേജുകളിൽ ഭീഷണിയുടെയും അനുനയത്തിന്റെയും സ്വഭാവങ്ങളുണ്ട്. ലബനനും ഹിസ്ബുള്ളയ്ക്കും ആയുധം നൽകുന്നത് നിർത്തണമെന്ന് മെസ്സേജുകളിലൂടെ ഇസ്രായേൽ അധികാരികൾ സിറിയൻ സേനയോട് ആവശ്യപ്പെട്ടിരുന്നു. പകരമായി ഇസ്രായേലിന്റെ വാഗ്ദാനം സിറിയൻ ഭരണകൂടത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കാമെന്നതായിരുന്നു. ഹിസ്ബുള്ളയുമായി ആയുധ ഇടപാടുകൾ നടത്തിയാൽ ആ കപ്പലുകൾ ആക്രമിക്കുമെന്ന ഭീഷണിയും ഇസ്രായേൽ നടത്തിയിരുന്നു. ഇവിടെ തീരുന്നതല്ല ഇസ്രായേലിന്റെ ശ്രമങ്ങൾ. അസദ് ഭരണകൂടത്തിലെ ഉന്നതരുടെ ഫോണുകളുടെ നിയന്ത്രണങ്ങൾ വരെ ഇസ്രായേൽ സ്വന്തമാക്കി. ഇസ്രായേൽ വൃത്തങ്ങൾ തന്നെയാണ് യെദിയോത്ത് അക്രോനോത്തിനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. സിറിയയിൽ അസദുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങൾക്ക് UAE, ഒമാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. ഇറാനും ഹിസ്ബുള്ളയുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന ചർച്ചകളിലെ ആവശ്യങ്ങളൊന്നും അസദ് അംഗീകരിച്ചിരുന്നില്ല. സിറിയയെ തങ്ങളുടെ നയതന്ത്ര പങ്കാളികളാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയെ ചെറുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇസ്രായേൽ ചർച്ചകളിലൂടെ നടത്തിയത്. എന്നാൽ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടതോടെ സിറിയയെ നയതന്ത്ര പങ്കാളികളാക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേലിന് ബോധ്യമായി. 2019 ഇസ്രായേലിലെ രഹസ്യാന്വേഷണ സംഘമായ മൊസദിന്റെ തലവനായിരുന്ന യോസി കോഹനും ബഷർ അൽ അസദും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. മോസ്കോയിലെ റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ വച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയിൽ നിന്ന് അവസാന നിമിഷം അസദ് പിന്മാറുകയായിരുന്നു. യെദിയോത്ത് അക്രോനോത്ത് പുറത്തുവിട്ട റിപ്പോർട്ടിൽ തന്നെയാണ് ഇക്കാര്യവും വെളിപ്പെടുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. പിന്നീടിങ്ങോട്ട് ഇസ്രായേൽ ലെബനനിലും ഗാസയിലും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇത്രയേറെ ക്രൂരമായതിനു ശേഷം മാത്രമാണ് സിറിയ നേരിട്ട് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയത്.